കോൺഗ്രസ്സുകാരുടെ കണ്ണിൽ അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അപ്പം നമ്മുടെ രമേശ് ജിയെ അറിയാമോ എന്ന് ചോദിച്ചൊരു പാട്ട് ഇപ്പോൾ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ പാട്ടൊന്ന് കാണാം, കണ്ടു നോക്കാം. കണ്ടിട്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. രമേശ് ജിയെ അറിയാമോ, ഞങ്ങളുടെ രമേശ് ജിയെ അറിയാമോ, നേതാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ, മണിമല ആറ്റിനുമറിയാം, വേമ്പനാട് കാറ്റിനുമറിയാം, തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പൂവ്. പാട്ടൊക്കെ കേട്ടല്ലോ, എന്താണ് പറയാനുള്ളത്? ചിരി നിർത്തിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. സത്യം പറഞ്ഞാൽ ആ ഒരു സാധനം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ചിരി വരും. ആദ്യം അല്ല, ആ പാടെ കുറച്ചു നേരം ഉള്ളെങ്കിൽ തന്നെ ആ പാട്ടിന്റെ ഒരു ബിഗിനിങ് രമേശ് ജിയെ അറിയാമോ എന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ ഈ രമേശ് ജിയെ അറിയാമോ, പിന്നെ അതിന്റെ ലിറിക്സിലേക്ക് പോയി. ഭയങ്കര ഭാവനാത്മകവും ഭാവാത്മകവുമായ വരികളിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ഞാൻ ഇതിന്റെ ശരിക്കും ഈ ആ രണഗാഥ എന്ന് പറയുന്ന ഒരു വേർഡിൽ ഞാൻ ഇങ്ങനെ സ്ട്രൈക്കായി, ഭയങ്കര സംഭവം. അപ്പം നമ്മളിങ്ങനെ കേട്ടു നോക്കിയ സമയത്ത് നമ്മൾ രണ്ടുപേരോടാണ് കേട്ടത്. അപ്പൊ കേട്ട സമയത്ത് പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന CPM-ന്റെ എക്കാലത്തെയും ഹിറ്റായി നിൽക്കുന്ന ഒരു വിപ്ലവഗാനം തന്നെ. വിപ്ലവഗാനം അല്ലെങ്കിൽ ആ സഖാവ് പുഷ്പനെ അറിയാൻ വയ്യാത്തവരായിട്ട് കേരളത്തിൽ ആരില്ല. എനിക്ക് തോന്നുന്നു അത്രത്തോളം അന്തർദേശീയ പ്രസക്തി കിട്ടിയ ഒരു മനുഷ്യനാണ്. ഈ പറയുന്ന കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ജോലിക്ക് ലീവിന് വന്ന സമയത്താണ് അദ്ദേഹം അതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ വെച്ചുണ്ടായ ആ ക്രൂരമായ നീചമായ വെടിവെപ്പും പോലീസ് അതിക്രമത്തിലും ഒക്കെ പരിക്കേറ്റ് കിടന്ന സഖാവ് പുഷ്പൻ ഓർക്കാതിരിക്കാൻ പറ്റാത്തില്ല. ആ പുഷ്പന് വേണ്ടിയിട്ട് ഇവിടുത്തെ CPM-കാർ ഒരു പാട്ടിറക്കിയാണ്. പുഷ്പനെ അറിയാമോ, സഖാവ് പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആ രണഗാഥ അറിയാമോ എന്ന്. ആരണയല്ല, ആ രണഗാഥ അറിയാമോ എന്നുള്ളതാണ്. മയ്യഴി ആറിനും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന മണിമല ആറിനും അറിയാം, പിന്നെ വേമ്പനാട് കായലിനും അറിയാം. അപ്പൊ തണ്ട് ഒടിഞ്ഞിട്ടും വാടാ നിൽക്കുന്ന ചെമ്പന നീർ പൂവ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ട് അദ്ദേഹം കിടപ്പിലായി പോയി. അതായത് പുഷ്പൻ സഖാവ് ഏറെക്കാലം അദ്ദേഹം കിടന്ന കിടപ്പിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ ആ കിടപ്പിൽ കിടക്കുന്ന അതുകൊണ്ടാണ് തണ്ടൊടിഞ്ഞിട്ടും വാടാ നിൽക്കുന്ന ആ ചെമ്പനനീർ പൂവ് എന്ന്. ചെമ്പനനീർ പൂവ് എന്ന് പറയുന്ന ഒരു സാധനം ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂവേ എന്നാണ് സഖാവ് VS അച്യുതാനന്ദൻ വിട വാങ്ങിയപ്പോൾ വിളിച്ചത്. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂവേ എന്നാണ് വിളിച്ചത്. അപ്പം ആ പനിനീർ പൂവിന് എപ്പോഴും വിപ്ലവവുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തണ്ടൊടിഞ്ഞിട്ടും വാടാതെ നിൽക്കുന്ന ചെമ്പനനീർ പൂവ് എന്ന് സഖാവ് പുഷ്പനെ വിശേഷിപ്പിച്ചത്. അപ്പം അത് കേട്ടിട്ട് എഴുതി വെക്കുന്ന വരികളാണ് ശരിക്കും. ആ വരികൾ മാറ്റി അതേപോലെ നിർത്തി അതിന് ട്യൂൺ മാത്രം ചേഞ്ച് ചെയ്തു. ട്യൂൺ ചേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് പുഷ്പനെ അറിയാമോ എന്നുള്ളിടത്ത് രമേശ് ജിയെ അറിയാമോ എന്നാക്കി. ഈ മയ്യഴി ആറിനും അറിയാം. മയ്യഴി പുഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവത്തിന്റെ അങ്ങേ അറ്റത്തെ ഒരു പ്രദേശമാണ്. പിന്നെ വേമ്പനാട് ഇവിടെ പിന്നെ മണിമലയാറിനും അറിയാം, വേമ്പനാട് കായലിനും അറിയാം എന്ന് പറയുന്നില്ല. അതങ്ങ് മാറ്റി. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് രമേശ് ജിക്ക് വേണ്ടിയിട്ട് എഴുതിയ ഒരു പാട്ടാണ്. സത്യത്തിൽ ഈ പാട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത് രമേശ് ജിയെ പുകഴ്ത്തിയതാണോ ട്രോളിയതാണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല. എല്ലാവർക്കും സംശയമുണ്ട്. എനിക്ക് കേട്ടപ്പോഴും തോന്നിയ സംശയം അതാണ്. ഈ ഞാൻ നേരത്തെ ആ തണ്ടൊടിഞ്ഞ പനിനീർ പൂവ് എന്ന് പറഞ്ഞില്ലേ, തണ്ടൊടിഞ്ഞ പനിനീർ പൂവ് സഖാവിനെ അല്ലെങ്കിൽ പുഷ്പൻ സഖാവിനെ സംബന്ധിച്ചിടത്തോളം അത് റിയാലിറ്റിയാണ്. ഇവിടെ എന്തിനാണ് രമേശ് ജിക്ക് അങ്ങനെ കൊടുത്തത്? രമേശ് ജിക്ക് തണ്ടൊടിഞ്ഞ് കിടക്കുവാണോ? എനിക്കറിയാൻ വയ്യ. അപ്പൊ എന്തിനാണ് രമേശ് ജിക്ക് അങ്ങനെ കൊടുത്തതെന്ന് എനിക്ക് അറിയില്ല. ആ ഒരു വരികള് പലരും ചോദിക്കും വയലാർ രാമവർമ്മ എഴുതും ഇതുപോലെ ആശയഗംഭീരമായി ഇങ്ങനെ എഴുതാൻ. ഇപ്പൊ സത്യം പറഞ്ഞാല് രമേശ് ചെന്നിത്തല ഇങ്ങനെയൊക്കെ ഈ കോപ്രായം കാണിച്ചുകൊണ്ട് ഭയങ്കര അപഹാസ്യനാവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. രമേശ് ചെന്നിത്തലയെ വില കുറച്ച് കാണുന്ന ഒരു നേതാവൊന്നുമല്ല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്, മന്ത്രിയായിരുന്നിട്ടുണ്ട്. ഏറ്റവും ചെറുപ്പത്തിൽ മന്ത്രിയാകാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് MP ആയിരിക്കാൻ പ്രായം കുറഞ്ഞ സമയത്ത് തന്നെ MP ആയിരിക്കാൻ കഴിഞ്ഞു. യുവതുർക്കി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നേതാവ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരാളുണ്ട്. പിന്നെ K. കരുണാകരൻ അദ്ദേഹത്തെ ഒപ്പം കൊണ്ട് നടക്കുക. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ K. കരുണാകരനൊപ്പം കൊണ്ടു നടന്ന ഒരു നേതാവാണ് ശരിക്കും രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ക്വാളിറ്റി രമേശ് ചെന്നിത്തല ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം K. കരുണാകരന്റെ ഇലയിൽ നിന്ന് ആഹാരം എടുത്ത് കഴിക്കാൻ അവകാശമുണ്ടായിരുന്ന അല്ലെങ്കിൽ അധികാരമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു. മറ്റു പലർക്കും പണ്ട് KB ഗണേഷ് കുമാറിന്റെ പ്രസംഗമധ്യേ പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ടെല്ലാവരുടെയും ആഗ്രഹം K. കരുണാകരന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അടുക്കളയുമായി വളരെ അടുപ്പമുണ്ട് എന്ന് കരുതുന്ന
കരുതിയാൽ അയാൾ വലിയ കോൺഗ്രസ്സുകാരനാണ്. കെ കരുണാകരന്റെ വീട്ടിൽ പോയാൽ. അപ്പൊ അതിനു വേണ്ടി ഈ പത്മജ വേണുഗോപാലിനെ അന്ന് ഈ പറയുന്ന മറ്റേ രാഹുൽ എന്ന് പറയുന്ന തരത്തിലുണ്ടല്ലോ, അവൻ പിന്നെ കരുണാകരന്റെ ഭാര്യയുടെ ചാരിത്രത്തെ സംശയിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും ഈ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം നമ്മൾ ഓടിച്ചിട്ട് തള്ളണം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തില്ല. കാര്യം കരുണാകരന്റെ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ കരുണാകരന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിക്കാത്ത മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഇല്ല കേരളത്തിൽ. അപ്പൊ ആ സമയത്താണ് കെ വി ഗണേഷ് കുമാർ പറയുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അകത്ത് നീ ഏത്തപ്പഴം മുണ്ടിന് ഇടയിൽ ഒളിപ്പിച്ചിട്ട് അകത്ത് കയറിപ്പോകും. എന്നിട്ട് അകത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഏത്തപ്പഴം തൊളിച്ച് തിന്നോണ്ടാ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അന്നേരം ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ എന്തൊരു അടുപ്പോ അകത്ത് ചെന്നപ്പോ അവിടുന്ന് ഏത്തപ്പഴം കൊടുത്തു കഴിക്കാനുള്ള കഴിച്ചോണ്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നതന്നെ അന്ന് ക്രെഡിറ്റ് ആയിരുന്നു, അന്നത്തെ ക്രെഡിറ്റാ. അപ്പോൾ കരുണാകരന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു എന്ന് പറയുന്ന ക്രെഡിറ്റാ. ആ അധികാരം ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല. കരുണാകരൻ കഴിക്കുന്ന ഇലയിൽ നിന്ന് അന്ന് പറയുന്നത് കേൾക്കാം, കരുണാകരന്റെ വീട്ടിലേക്ക് ചെന്ന വിഭവസമൃദ്ധമായ ആഹാരം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. ഏത് സമയത്ത് ചെന്നാലും അവർക്ക് ആഹാരം കഴിക്കാതെ അവരെ ആരെയും പുറത്തേക്ക് വിടില്ല. ഒരു പത്മജ വേണുഗോപാൽ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഉച്ചയ്ക്ക് സദ്യ നടത്തുന്ന പോലെയാണ്, അവർക്ക് പന്തി നടത്തുന്ന പോലെയാണ് കരുണാകരന്റെ വീട്ടിൽ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അത്ര ഉള്ള ഒരു നേതാവ് ആണ് ഈ അങ്ങനെ അതെല്ലാം കണ്ട് പരിചയിച്ചു വന്ന ഒരു നേതാവാണ് ശരിക്കും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവ്. ആ നേതാവ് ഇങ്ങനെ തരം താഴ്ന്ന കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് ഏതൊക്കെയോ വലിയ നിലകളിൽ എത്തേണ്ട ഒരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല സത്യത്തിൽ. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുണ്ട്, അതിനുശേഷം മന്ത്രി പദവി അലങ്കരിച്ചിട്ടുണ്ട്, അങ്ങനെ MP ആയിട്ടുണ്ട്. പക്ഷെ ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല മുൻപ് ചെയ്തു വെച്ചു പോയ പലതിൻ്റെയും വാല് പിടിച്ചിട്ട് രമേശ് ചെന്നിത്തല അനുഭവിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരവില്ല. കാരണം കെ കരുണാകരനോട് ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ അങ്ങനെ നടന്നിട്ടും ആ കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യനോട് ഇവർ ചെയ്ത ചതി വളരെ വലുതായിരുന്നു. അതായത് AK ആന്റണിയും കെ കരുണാകരനും G കാർത്തികേയനും ഉമ്മൻചാണ്ടി എല്ലാം കൂടെ ആ മനുഷ്യനോട് ചെയ്ത ചതി വലിയ ചതിയായിരുന്നു. ആ ചതി ഇവരുടെ എല്ലാം ജീവിതത്തിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, പിന്നെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെയും പാർട്ടിക്കാർ തള്ളി പറഞ്ഞു. AK ആന്റണി ഒന്നുമില്ലാത്ത ഒരാളെ മാറി. ഇത്ര കാലമായി AK ആന്റണി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സ്വന്തം മകൻ ഇറങ്ങിയിട്ട് മറ്റൊരു പാർട്ടിയിലെ അംഗമായി. ഇപ്പം മറ്റേ ആള് നോക്കിക്കോളൂ, ഇങ്ങോട്ട് തുടർന്ന് നോക്കിക്കോളൂ, രമേശ് ചെന്നിത്തല. ഇന്ന അവസ്ഥ എന്താ രമേശ് ചെന്നിത്തലയുടെ? രമേശ് ചെന്നിത്തല ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തികളുടെ ഒരാൾ പിന്നെ രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് പറ്റിയില്ല? 2021 തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേരിടുന്നത് ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, അല്ലാതെ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി ആയിരുന്നില്ല അത് 2021 തെരഞ്ഞെടുപ്പിൽ പിന്നെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് അനാരോഗ്യം ഉണ്ടായിരുന്നു, ആരോഗ്യക്കുറവുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, അദ്ദേഹം വളരെ പെട്ടെന്ന് വേഗം തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല മാറി, VD സതീശൻ വന്നു. അതിന്റെ തോൽവിയുടെ ഉത്തരവാദിത്വം വെച്ച് കെട്ടിക്കൊടുത്തത് 2021 പരാജയത്തിന്റെ ഉത്തരവാദിത്വം തലയിൽ കെട്ടിവെച്ചു കൊടുത്തത് രമേശ് ചെന്നിത്തലയുടെ തലയിലായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ തലയിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന KPCC അധ്യക്ഷനായിരുന്നു. അവർ രണ്ടുപേരും തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തിട്ട് രമേശ് ചെന്നിത്തലയെ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കി. മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒഴിവാക്കി, പകരം K സുധാകരൻ വന്നു. എന്നിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ വന്നു. അടുത്ത തലമുറ മാറിക്കഴിഞ്ഞു. ഇനിയും അടുത്ത തലമുറയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ഈ 5 വർഷം കഴിയുമ്പോൾ VD സതീശനും ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം ഇങ്ങനെ സ്വന്തം നേതാവിന് പണി കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ രാജാവാകാൻ നോയി അധികകാലം വളർന്നില്ലല്ലോ. പിന്നെ പണ്ടൊക്കെ ആയിരുന്നു, പിന്നീട് ഇപ്പൊ അപ്പോ നമ്മൾ പറയില്ല എന്ന് പറയുന്ന പോലെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായ വീഴ്ച. ആ വീഴ്ചയെ മറികടക്കാൻ ഇപ്പോഴും ചെന്നിത്തല കഴിഞ്ഞിട്ടില്ല. ഈ ചെന്നിത്തല ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രഹസനങ്ങൾ എത്ര നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സത്യം പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ എന്താ സിവിൽ സർവീസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ എന്താ തോന്നുക? പുഷ്പനെ അറിയാമോ, സഖാവ് പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്ന കേരളക്കരയിലെ ഇടതുപക്ഷക്കാരൻ നെഞ്ചിലേറ്റിയ ഒരു പാട്ടാണത്. ആ പാട്ടിനെ വികൃതവൽക്കരിച്ചുകൊണ്ട് രമേശ് ജിയെ അറിയാമോ എന്ന് ചോദിച്ചിട്ട് മയ്യഴിപ്പുഴ എടുത്തിട്ട് വേമ്പനാട് കായലും മണിമലയാറും ആക്കി ഈ രീതിയിൽ കോമാളിത്തരം കാണിക്കുന്ന എന്ത് നാണക്കേടാണ് രമേശ് ജി എന്ന് ചോദിക്കേണ്ടി വരും. കാര്യം അത്രത്തോളം രാഷ്ട്രീയ പാരമ്പര്യമുള്ള, രാഷ്ട്രീയവുമായി വളരെ അടുത്ത് നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ ഇത്രയ്ക്ക് ഗതികേട് അനുഭവിക്കരുത്, ഗതികെട്ടവനാകരുത്, നാണക്കേട് ഉണ്ടാക്കരുത് രമേശ് ചെന്നിത്തലയ്ക്ക്. ഇപ്പൊ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രതിസന്ധി കൂടി ഹരിപ്പാട് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം ഇതുവരെയുള്ള ഹരിപ്പാട് തെരഞ്ഞെടുപ്പെല്ലാം സംബന്ധിച്ച് ഈസി വാക്ക് ഓവർ ആയിരുന്നു. ഈസി വാക്ക് ഓവർ എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല ജയിക്കും. കാരണം അവിടുത്തെ സാമുദായിക വോട്ട്, ഒരു വലിയ വിഭാഗം വോട്ടുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പാണ്.
അതുകൊണ്ട് രമേശ് ചെന്നിത്തല അവിടെ ഉറപ്പായും ജയിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ഹരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ വെല്ലുവിളിയുണ്ട്. സന്ദീപ് വാചസ്പതി എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങുമ്പോൾ അവിടെയുള്ളത് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന സാമുദായിക വോട്ടുകളിൽ വലിയ തോതിൽ വിള്ളൽ വീണിരിക്കുന്നു. ആ വിള്ളൽ വീണത് സന്ദീപ് വാചസ്പതിയിലേക്ക് ആ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു സവിശേഷമായ സാഹചര്യം. അതോടുകൂടി അവിടെ ഒരു വിജയപ്രതീക്ഷ രമേശ് ചെന്നിത്തലയ്ക്ക് മങ്ങി തുടങ്ങിയിരിക്കുന്നു. പിന്നെ തന്നെയുമല്ല, ഈ പാട്ടുകൾ ഇപ്പോഴായിരുന്നില്ല ഇറക്കേണ്ടത്. കുറച്ചുകൂടെ നേരത്തെ ഇറക്കുന്ന ഹരിപ്പാട്ടുകാർ വോട്ട് മറിച്ചു കുത്തിയാണ്. കാര്യം ഇത്ര ബോധമില്ലാത്ത ഒരാളെ എങ്ങനെ പിടിച്ച് തലയിലിരുത്തും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ നേരത്തെ ഇറക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ ശരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് ഇതൊന്നും പോസിറ്റീവായിട്ട് വരില്ല. ഇപ്പൊ നമുക്കറിയാം, കേരള യാത്ര എന്നുകൊണ്ട് യൂട്യൂബ് ചാനലാണെങ്കിൽ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കേരള യാത്ര എന്നുള്ള പേരിൽ ഇപ്പൊ ഇതാ പാട്ട് ഇറങ്ങുന്നു. ഇത് പിന്നെ ഇനിയിപ്പോ കുറച്ചുപേരെ ഏതൊക്കെയോ കുറെ ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഇനിയും വേറെ ചില വർക്കുകൾ AI ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകൾ തുടങ്ങുന്നു, ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലാണ് പിന്നെ പടക്കുള്ളവരൊക്കെ പറയുന്ന പോലെ. എന്ന് പറയുന്ന പോലെ രമേശ് ചെന്നിത്തല സ്വയം വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാണക്കേടാണെന്നേ. സ്വന്തമായിട്ടൊരു പാട്ട് പോലും എഴുതിക്കാൻ വയ്യേ. ഈ പറയുന്നത് സഖാവ് പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന പാട്ട് എടുത്തിട്ടിട്ട് അതൊരു വികാരമാണെന്നേ. ആ പാട്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വികാരമാണ്. ആ വികാര നിർഭരമായ ആ പാട്ട് എടുത്തിട്ട് ഇങ്ങനെ സഖാവ് പുഷ്പൻ എന്നുള്ളത് മാറ്റിയിട്ട് രമേശ് ജി അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് എഴുതുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ തരം താഴരുത് എന്ന് മാത്രമാണ് രമേശ് ജിയോട് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യോ എന്ത് ചെയ്യോ, മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്ന പൊല്ലാപ്പ് ഭയങ്കര കഷ്ടമാണ്. എന്തുദ്ദേശിച്ചിട്ടാണ്? ഇവിടെ മെയ് 4 വോട്ടെണ്ണാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ ബോധം ഇവർക്കാർക്കും ഇല്ലെന്നുള്ളതാണ്. ഇതല്ല ഈ പറയുന്നത് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിവരക്കേടുകളും ഈ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു മര്യാദയെങ്കിലും വേണ്ടേ? അധികാരത്തിന് വേണ്ടി എന്ത് കോമാളിത്തിന് ഇത് വേറെ ആർക്കെങ്കിലും ഇതിലെ വരുന്നുണ്ടോ? ഇടതുപക്ഷത്ത് കുറെ നേതാക്കന്മാരുണ്ടല്ലോ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇടതുപക്ഷത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആരെല്ലാം ഇറക്കി ചെയ്യാമായിരുന്നു. ആർക്കെങ്കിലും വേണ്ടിയിട്ട് പാട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ രമേശ് ജി അറിയാമോ? ഭയങ്കര നാണക്കേടായി. സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിരി അടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവമായ ഒരു കാര്യം.